പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഷ്ടം സഹിക്കേണ്ടത് എങ്ങനെയാണ്? ഒരാൾ ക്രിസ്ത്യാനിയായിട്ട് വേണം കഷ്ടം സഹിക്കുവാൻ ഇടയാകേണ്ടത്. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വചനഭാഗം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരിശോധനയ്ക്കായി സംഭവിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അപൂർവ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നുകൂടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിശയിച്ചു പോകരുത്. എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ഇവിടെയാ ദൈവപ്രവൃത്തിയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ക്രിസ്ത്യൻ ജീവിതം വലിയ കഷ്ടാനുഭവത്തിലൂടെയുള്ള ഒരു ജീവിതമാണെങ്കിലും, ഭയങ്കര അഗ്നിശോധന അനുഭവിച്ചാണ് കടന്നു പോകുന്നതെങ്കിലും, ഇതൊരു അപൂർവ കാര്യം എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. എന്തുകൊണ്ട്? ക്രിസ്തു നമ്മളിൽ ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കും. ക്രിസ്തുയേശുവിനോട് കൂടെ കഷ്ടം സഹിക്കുവാനുള്ള ഒരു ഭാഗ്യം, അതെത്ര ആനന്ദകരമായിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ദൈവാത്മാവായ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കും. കണ്ടോ? മഹത്വത്തിന്റെ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കും. നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് തിരിച്ചറിയാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായിട്ട് നിങ്ങൾ കഷ്ടം അനുഭവിച്ചാൽ. അപ്പസ്തോലന്മാരിങ്ങനെ ഈ കഷ്ടാനുഭവത്തിന്റെ കൂട്ടാളികളായി കർത്താവിനോട് കൂടെ കടന്നു പോകാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, ആദിമ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ മരണവും ഉയർപ്പും കഴിഞ്ഞ ശേഷം സഭ ഭയങ്കരമായിട്ടൊന്ന് ഉണർന്നു. അതിനുശേഷം ഭയങ്കര പീഡനത്തിലൂടെയാണ് സഭ കടന്നുപോയത്. ഭയങ്കര പീഡന അനുഭവിച്ചുകൊണ്ട് അവരെ പലരെയും വാളിനിരയാക്കി കൊന്നുകളഞ്ഞു. പലരെയും പിടിച്ച് തലവറയിലാക്കി തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് കൊണ്ടുപോയി ഇട്ടു. പല വിധത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചു, നിന്ദനങ്ങൾ അനുഭവിച്ചു. അതിനിവിടെ ഫലം എന്താണ്? ഇതെഴുതിയ പത്രോസ് പറയുകയാണ്, ഇതിന്റെ ഫലം ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ക്രിസ്തുവിന്റെ നാമം ഹേതുവായിട്ട് നിന്ന സഹിച്ചാലോ നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു കൂട്ടായ്മ അനുഭവം നമ്മുടെ അകത്ത് വെളിപ്പെടണം. ആത്മാവിലുള്ളൊരു പ്രാർത്ഥനാനുഭവം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ആത്മീയ വർധനവ് വരുത്തുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ അകത്ത് വെളിപ്പെടണം. പ്രിയമുള്ളവരെ, ബുദ്ധിയിലുള്ള ഒരു ശുശ്രൂഷയും ദൈവം സ്വീകരിക്കുന്നില്ല. ബുദ്ധിയിലുള്ള ഒരു ആലോചനകളും ദൈവത്തിന് വേണ്ട. ദൈവം പറയുന്ന അരുളിപ്പാടും ദൈവം പറയുന്ന ആലോചനയും ദൈവം പറയുന്ന ദൈവിക വചനത്തിന്റെ മർമ്മവുമാണ് വെളിപ്പെടേണ്ടത്. കാരണം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ക്രിയ ചെയ്യാൻ ദൈവം ഇടയാക്കും. ഈ വചനത്താലാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നത്. കഷ്ടാനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ നമ്മളെ ദൈവം നിർത്തും ആത്മാവിനാൽ. എത്ര ഭാഗ്യമുള്ള ഒരു അനുഭവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ പിതാവിന്റെയും ദൂതന്മാരുടെ മുമ്പിൽ വെച്ച് ഞാനും നിങ്ങളെ ഏറ്റുപറയുമെന്ന് യേശു പറഞ്ഞെങ്കിൽ, ഈ ലോകത്തിൽ നിന്ദനമേറ്റുന്നോർത്തുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. സ്വർഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിലയേറിയവരായി മാറാൻ ദൈവം ഇടയാക്കും. ഈ വില
നമുക്ക് വേണ്ടി കാൽവരി തന്ന ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് ഈ വചനത്തെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ലജ്ജയും മടിയുമില്ലാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, മറ്റാർക്കും വേണ്ടിയല്ല ജീവിക്കേണ്ടത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ കരം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടങ്ങളും നിന്ദനങ്ങളും ഒരു അഗ്നിശോധനയിൽ എന്ന പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും നിന്റെ കൃപയിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തന്ന ഭാഗ്യത്തെയോർത്ത് ഞങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.